ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ളൊരു അടിപൊളിയൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ 1 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് 2-3 ഉള്ളി, ഒരു 2-3 ഉണക്കമുളക്. അതിൽ ഞാൻ 2 ഉണക്കമുളക് എരിവില്ലാത്തതും 1 ഉണക്കമുളക് എരിവുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, ഇത്ര. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അധികം വേണ്ട, കാരണം ഈ ഉണക്ക മത്സ്യത്തിന് ചെറിയൊരു ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് നമ്മളിട്ട് കൊടുത്താൽ മതി. ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഉണക്കച്ചെമ്മീൻ നമുക്ക് വെറുതെ ഒന്ന് കഴുകിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലല്ല, അല്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് അത് ഉള്ളിയും മുളകും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുക. പിന്നെ അത് തണുക്കാൻ വയ്ക്കണം. ഞാൻ ഈ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളി മുളകും എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഉണക്കമീനാണ്. ചെമ്മീൻ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒന്ന് കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകി ഇങ്ങനെ വാരി വെച്ചൊക്കെ വേണം. അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മണ്ണോ കല്ലോ ഉണ്ടെങ്കിൽ അത് അടിയിലായിക്കോളും നമ്മൾ കഴുകി വരുമ്പോഴേക്കും. അപ്പോൾ അതിന് കഴുകി വാരിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു ഇതാദ്യം ഫ്രൈ ചെയ്തെടുക്കും. നമുക്ക് ഇപ്പോൾ അതിനായിട്ടൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരിക്കുവാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കും. ഫ്രൈ ചെയ്തെടുക്കും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാവുന്നൊരു ഡിഷാണ്. നമുക്ക് ഫിഷ് കിട്ടാതെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും കരിയാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. ഇപ്പോൾ ഇനി അത് കരിയും മുമ്പ് പെട്ടെന്ന് എടുക്കുക. കരിഞ്ഞാൽ പിന്നെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മാറ്റി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇനി നമുക്ക് ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ചെമ്മീനാണ്, ഉണക്കച്ചെമ്മീനാണ് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളൊന്ന് മിക്സറിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 2 കൂടി ഇട്ടാൽ അരയത്തില്ല. ഈ ഉണക്കച്ചെമ്മീൻ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അരയാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് 1 മിനിറ്റ് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഉള്ളി വഴറ്റിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ചെമ്മീൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അത് തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ആ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും ഞാനിത് തണുക്കാൻ വയ്ക്കുവാണ്. തണുക്കാൻ നമ്മളൊരു പാത്രത്തിലേക്ക് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. വീട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തണുക്കാൻ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇത് തണുക്കുന്ന ടൈമിൽ നമുക്ക് ഇത് ഉണക്കച്ചെമ്മീൻ തണുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഉണക്കച്ചെമ്മീൻ ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഉള്ളി വഴറ്റി വെച്ച ഉള്ളിയും മുളകും കൂടി വഴറ്റി വെച്ചില്ല, അത് അതിനകത്തേക്കിട്ട് ഒന്നുകൂടി പിടിക്കുക. അപ്പോൾ 2 കൂടെ ഒന്നുകൂടി പൊടിക്കുക. ഇപ്പോൾ ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനിതൊന്ന് പൊടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ
ടേസ്റ്റ്. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിടാം. പക്ഷേ അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമ്മളിതിനകത്ത് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഉള്ളി കൂടുതൽ ചേർക്കണം. അതായത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിയും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഇതൊരു വീഡിയോയുമായി തിരിച്ചു വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.